നമ്മളാവാം. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കണ്ട ഒരു കുടുംബത്തിലെ 4 കുഞ്ഞുങ്ങൾ എന്നോട് ആ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, 3 കുട്ടികൾ മരണപ്പെട്ടിട്ട് അവരുടെ കബറ് കുടിച്ച് മയ്യത്ത് നിസ്കരിച്ച് കബറടക്കാൻ വേണ്ടി അവിടേക്ക് പോകുമ്പോഴാണ് അടുത്ത വാർത്ത വരുന്നത്, 4ാമത്തെ കുഞ്ഞു മരിച്ചു. പിന്നെ ആ കബറടക്കം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. 2-3 വയസ്സിന്റെ പ്രായം മാത്രം വെച്ച് വളർത്തിയ 4 മക്കൾ മരവിച്ചിങ്ങനെ മരിച്ചു കിടക്കുമ്പോ അപകടത്തിൽ നിന്ന് ആശുപത്രി കിടക്കയിൽ നിന്ന് വീൽ ചെയറിൽ വന്ന് തന്റെ മക്കളെ 4 മക്കളെ ഒരേ സമയത്ത് കബറടക്കേണ്ടി വരുന്ന പിതാവ്, അവരുടെ കൂടെ മരണപ്പെട്ടു പോയ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോയ ഒരു പാവപ്പെട്ട വേലക്കാരി, ഒരു പാവപ്പെട്ട സാധാരണക്കാരിയായ പെണ്ണ്, ആ നടുക്കലിൽ നിന്ന് മാറുന്നതിന് മുമ്പേ ഇന്നലെ വീണ്ടും കേൾക്കുന്നു സൗദിയിൽ വാഹനാപകടം, 4 പേർ, 4ാമത്തെ കുട്ടി മരണപ്പെട്ടു പോകുന്നു. ഇന്നലെ വൈകുന്നേരം പ്രസംഗത്തിന് കേൾക്കുമ്പോ അടുത്ത വാർത്ത, വീട്ടുകാരോടൊത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 19 വയസ്സുകാരി പുടുന്നനെ കുഴഞ്ഞു വീണു മരിച്ചു. മുമ്പ് ആരോ വാർത്തകൾ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലയോ സത്യവിശ്വാസികളെ, ഏത് സമയത്തും നിങ്ങളുടെ ഹൃദയം പശ്ചാത്താപ വിവശമായിരിക്കണം. ഓരോ പകലുകളിലും ചെയ്ത പാപങ്ങളെ കുറിച്ച് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വിചാരണ ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നമ്മൾ വിചാരണ ചെയ്താൽ ആ വിചാരണയാണ് ഏത് സമയത്തും മരണത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നതെന്ന് സഹോദര സഹോദരി മനസ്സിലാക്കേണ്ടതല്ലേ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപ ബോധം തരട്ടെ. ഏത് സമയത്തും മരണം നമ്മുടെ മുമ്പിലേക്ക് വന്നാലും ആ സമയത്തൊക്കെ നമുക്ക് മരണത്തിന് പാകപ്പെട്ടിരിക്കാൻ കഴിയുന്നതെങ്ങനെയാ? ഇന്ന് രാത്രിയിലെ ഉറൂസിന്റെ വകലും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് പശ്ചാത്തപിക്കണം സഹോദരാ. ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമാ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഏത് സമയത്തും നിങ്ങളുടെ വിരലുകളെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചു വെച്ചിട്ട് ചോദിക്കണം, ഇന്ന് സുബഹി ബാങ്ക് വിളിച്ചത് മുതൽ ഇശാ, കണ്ണുകളെ നീ എത്ര ഹറാമാണ് കണ്ടത്, കാതുകളെ നീ എത്ര ഹറാമാണ് കേട്ടത്, കാലുകളെ നീ എത്ര ഹറാമിലേക്കാണ് നടന്നത്, ചിന്തിച്ചത്, നീ എത്ര ദോഷങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവേ രാത്രിയിലെങ്ങാനും കണ്ണടച്ചിട്ട് രാവിലെ എഴുന്നേക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പടച്ചവനെ ഞാൻ തൗബ ചെയ്യുന്നു അല്ലാ എന്നോരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് പശ്ചാത്താപമുണ്ടാവണം. ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നിട്ട് ചെയ്ത ആദ്യത്തെ അമൽ അത് നിസ്കാരമല്ല, അത് നോമ്പല്ല, അത് ആദ്യ മനുഷ്യൻ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ മണ്ണിന്റെ മുകളിലേക്ക് കാല് തൊട്ടപ്പോ അല്ലാഹു അവനാദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പഠിപ്പിച്ചു തന്നത്, ഏത് സമയത്തും അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന ബോധമുണ്ടാവുകയും ഏത് സമയത്തും ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞ് സംഭവിച്ചു പോയ അപരാധങ്ങളെ കുറിച്ച് കൽവിലെപ്പോഴും പേടിയുണ്ടാവണം, കണ്ണിലെപ്പോഴും കണ്ണീര് പൊടിയണം, കൽവെപ്പോഴും പ്രകമ്പനം കൊള്ളണം, കാലുകളെപ്പോഴും പാപങ്ങളോത്തിട്ട് തളരണം, ഹൃദയം എപ്പോഴും പശ്ചാത്താപ വിവശമാകണം, കവിൾ തടങ്ങൾ കണ്ണുനീരിലൂടെ തടം തല്ലിയാത്തൊടുകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ബാല്യങ്ങളെ കടന്ന് കൗമാരം കടന്ന് യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ ഓരോ മാസങ്ങളും കലണ്ടറുകളും നമ്മുടെ ഭിത്തിയിൽ നിന്ന് പറിച്ചെടുക്കുമ്പോ 2026 കടന്നു വരുമ്പോ ആർക്കും അറിയാതെ പടച്ചവൻ എഴുതി വെച്ച ആയുസ്സിൽ നിന്നൊരു വർഷം കടന്നുപോയതല്ലേ. കുറയുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കടികൾ കണക്കേതിനായുസ് തീർച്ച. ആരായ ശുജായി മൊയ്തു മുസ്ലിയാർ പാടിയതത്ര മനോഹരമാ. കൊടിയുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കടികൾ കണക്കേതിന് ആയുസ് തീർച്ച. പോകുന്നു നിന്നെ മൺവീട്ടിലേക്ക്, നോക്കുന്നു നീയോ പൊൻവീട്ടിലേക്ക്. സഹോദരായി 4 വരി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. മാനായ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ചിന്താധാരകളെ
സമ്മാനിച്ച ശുജായി മൊയ്തു മുസ്ലിയാരുടെ 4 വരികളും മതി. ആ വരികൾ മതി ജീവിതത്തിന്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ. മാനവറുകൾ പറയുന്ന 4 വരിയേറെന്നറിയോ സഹോദരാ? പുതിയ നമ്മുടെ ലോകത്തിന്റെ നവലോക ക്രമത്തിന്റെ ഭാഗമായി കിട്ടുന്നതെല്ലാം ആടിയും പാടിയും തുടിച്ചും തുള്ളിയും ജീവിക്കുന്ന പുതിയ കാലത്ത് കാസർഗോഡിന്റെ ടൗണുകളിലെ റാപ്പി മ്യൂസിക്കിന്റെ ആളുകൾ വരുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിലെ രാപ്പകലില്ലാതെ തടിച്ചുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരാ, ഞാനൊരു വിമർശകനായിട്ട് പറയുകയല്ല. പക്ഷേ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നത്, റാപ്പ് വേടന്മാരുടെ മ്യൂസിക് വരുമ്പോ നിങ്ങൾ എന്ത് കേൾക്കാനാണ് പോയത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചാൽ അത് ഏറ്റവും വലിയ ഫാഷനാകുമെന്ന് പറയുന്ന നമ്മുടെ തലമുറകൾക്കൊരു ദിശാബോധം കൊടുക്കാത്ത, പുതിയ തലമുറക്ക് പുതിയതായിട്ടൊരു ഉപദേശം പോലും ഇല്ലാത്ത, 6 വരി പാടിയാൽ അരവരി പോലും അർത്ഥമില്ലാത്ത, ലോകത്തിന്റെ ആഭാസങ്ങളെയും ആസുരതകളെയും അശ്ലീലങ്ങളെയും വിളിച്ചു വരുത്തുന്ന, ലോകത്തിന്റെ ഏറ്റവും തെറ്റായ സന്ദേശം നൽകുന്ന റാപ്പ് മ്യൂസിക് കേൾക്കാൻ പോകുന്ന പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തിക്കും കൂട്ടി തിരക്കും കൂട്ടിയിട്ട് അതിലെങ്ങാനും കിടന്ന് തിക്കിലും തിരക്കിലും വിട്ടിട്ട് റൂഹ് പോയാൽ നേരെ പടച്ചവന്റെ മുമ്പിലേക്കല്ലേ പോകേണ്ടത്? നേരെ അടക്കം ചെയ്യപ്പെടേണ്ടത് ഈ 6 മണ്ണിലേക്കല്ലേ? ആ ഒരു ബോധം പോലുമില്ലാതെ അർത്ഥരഹിതമായ വരികളെ കേൾക്കാൻ ആടിപ്പാടുന്ന ജനതയോട് മാനായ ശുജായി മൊയ്തു മുസ്ലിയാർ ചോദിക്കുകയാ, കഴിയുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച കടികൾ കണക്കേ നിന്നായൂസ് തീർച്ച. ഓനെ ഒരു കൊല്ലവും ഒരാഴ്ചയും ഒരു വർഷവും കലണ്ടറിൽ നിന്ന് മാറുമ്പോ കടികാരത്തിന്റെ സൂചി മുന്നോട്ട് പോകുന്നത് പോലെ ആ സൂചി പിന്നെ പിന്നോട്ട് തിരിച്ചു വരാത്തതുപോലെ അള്ളാഹു തന്ന ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയല്ലേ? ഓരോ ദിവസവും കടന്നു പോകുമ്പോ നോക്കുന്നു നിന്നെ മൺവീട്ടിലേക്ക്, പള്ളിക്കാട്ടിലും മൺചെടികൾ മൈലാഞ്ചി ചെടികൾ നിന്നെ ഇങ്ങനെ കൊതിക്കുമ്പോ നോക്കുന്നു നീയോ പൊൻവീട്ടിലേക്ക്. നിന്റെ കണ്ണുകൾ എവിടേക്കാണ്? നിന്റെ കാതുകൾ എവിടേക്കാണ്? സ്വർണത്തിന്റെ ശബളിമയിലും കൊട്ടാരത്തിന്റെ ആഡംബരത്തിലും നിന്റെ ഹൃദയം ഒടുക്കി നിൽക്കുമ്പോ യഥാർത്ഥത്തിൽ നിന്നെ വിളിക്കുന്നത് മൺവീട്ടിലേക്കല്ലേ? യഥാർത്ഥത്തിൽ നിന്നെ വിളിക്കുന്നത് മൺവീട്ടിലേക്കല്ലേ? അതുകൊണ്ട് ഓരോ ദിവസവും പടച്ചവൻ ഇഷ്ടപ്പെട്ടതാവണം, ഓരോ ദിവസവും അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതാവണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്നത്തിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകണം. ഒരു ദിവസം പോലും നിസ്കാരം കളാകുന്ന ഒരു ദിവസം നമ്മുടെ ആയുസ്സിലുണ്ടാവരുത്. ഹബീബിന്റെ സുന്നത്തില്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഈ ഉറൂസ്, ഈ പാറപ്പുറത്ത് ഇങ്ങനെ മാനവറുകളുടെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ അവരെയൊക്കെ പോലെ നമ്മൾ ജീവിതത്തിലാവണം. ഈ ഉറൂസിൽ ഓരോ ഉറൂസിലും നമ്മൾ തീരുമാനമെടുക്കണം. നാളെ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ പോകുമ്പോ ഉറൂസിന് നമ്മൾ കത്തിച്ച ബൾബുകളുടെ എണ്ണത്തിന്റെ പേരിലല്ല പ്രതിഫലം കിട്ടുക. നമ്മുടെ ഈ കമനീയമായ ആഘോഷത്തിന്റെ പേരിലല്ല, ചായവും ചമൽക്കാരവും ചേർന്ന ഈ മിന്നിത്തിളങ്ങുന്ന വർണ്ണപ്രപഞ്ചത്തിലല്ല. ഓരോ ഉറൂസിലും പങ്കെടുത്തിട്ട് നീന് ഞാൻ നിസ്കാരം ഒരു വക്കത്ത് തലാക്കില്ല. അല്ലാഹുവേ, എന്റെ ബാല്യം പോയി, കൗമാരം പോയി, യൗവനവും പോയി, വാർദ്ധക്യവും പോയി, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു അല്ലാ? ഒന്ന് കണക്കെടുക്ക ചെറുപ്പക്കാരാ. നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കഴിഞ്ഞുപോയ ഒരായുസെടുത്തിട്ട് പടച്ചതവന്റെ പരലോകത്ത് മീസാനത്തെ ത്രാസിൽ നമ്മൾ തൂക്കി നോക്കുമ്പോ നമുക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതെന്താ? പടച്ചവന്റെ ദീനിനു വേണ്ടി നമ്മൾ കൊടുത്ത സംഭാവനകൾ എത്രയാ? ഉഹദിന്റെ രണാങ്കണത്തിലെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിതറിത്തെറിച്ച കുടൽമാലകളും ചവച്ചു തുപ്പിയ കരളുമൊക്കെ കൊടുത്തിട്ട് ജീവിച്ചെടുത്ത ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു തആല തൂക്കുമരത്തിൽ കിടന്ന് ജീവൻ കൊടുത്തിട്ട് നമുക്ക് കൈമാറി തന്ന മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടിട്ട് നമുക്ക് കൈമാറി തന്ന ബദറിലും ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും സഹാബാക്കളും പട്ടിണി കിടന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശുബൈ അബൂ താലിബിന്റെ മലഞ്ചെരുവിലെ പട്ടിണി കിടന്നത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാ. ആ ദീനിനു വേണ്ടി പട്ടിണി കിടന്നപ്പോ ഭക്ഷണം കഴിക്കാതെ ഞങ്ങളന്ന് കാട്ടിച്ചിരുന്നത് ആടുകൾ കാട്ടം പോലെയാണ്. ഞങ്ങളുടെ കാട്ടത്തിൽ ഉണങ്ങിയ ഇലകളും
മരത്തിന്റെ ഇലകളുടെ അവശിഷ്ടമല്ലാതെ മറ്റൊന്നിന്റെയും എന്റെ ഹബീബിന്റെയും എന്റെ ഹബീബ് എന്റെ ഹബീബ് എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഷ്ടത്തിൽ പോലും ഉണക്ക ഇലകളായിരുന്നു കണ്ടിരുന്നെന്ന് പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പട്ടിണി കിടന്നതെന്തിനാ? ആരാ സിദ്ദീഖുൽ അക്ബർ എന്നറിയോ? ഒരു മാസം 25,000 ദീനാർ വിറ്റുവരവുണ്ടായിരുന്നു. മക്കയിലെ കോടീശ്വരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്നതെന്തിനാ? സഹോദരായി ദീൻ പോറലില്ലാതെ നമ്മുടെ കയ്യിൽ തരാനല്ലേ ഇന്ന് നമ്മൾ മുസ്ലിം എന്ന അഭിമാനത്തോടെ പറയുന്നുവെങ്കിൽ കഴിഞ്ഞ കാലത്ത് കടന്നുപോയ സഹാബത്തിന്റെ ഔലിയാക്കളുടെ ഉലമാക്കളുടെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ ഫലമായിട്ടല്ലേ. പക്ഷേ അള്ളാന്റെ ദീനിനു വേണ്ടി നമ്മൾ എന്താ കൊടുത്തത്? പടച്ചവന്റെ ദീനിനു വേണ്ടി വേർപ്പുതുള്ളികൾ, പടച്ചവന്റെ ദീനിനു വേണ്ടി രക്തകണങ്ങൾ, അള്ളാന്റെ ദീനിനു വേണ്ടി സമ്പത്തുകൾ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഭാര്യ നഷ്ടപ്പെട്ടവരെവിടെ? പടച്ചവന്റെ ദീനിനു വേണ്ടി മക്കൾ നഷ്ടപ്പെട്ടവരെവിടെ? അള്ളാഹുടെ ദീനിനു വേണ്ടി സമ്പത്ത് ത്യജിച്ചവരെവിടെ? അള്ളാഹുടെ ദീനിനു വേണ്ടി കൗമാരത്തെ കൊടുത്തവരെവിടെ? അള്ളാന്റെ ദീനിനു വേണ്ടി യൗവനത്തെ കൊടുത്തവരെവിടെ? കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും ആഗ്രഹിച്ചതെല്ലാം ആർഭാടത്തോടെ ആമോദത്തോടെ ജീവിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ചോദിക്കുകയാ, അള്ളാഹുടെ ദീനിനു വേണ്ടി ജീവിതത്തിന്റെ ഏത് സുഖങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? ഏത് ആഗ്രഹങ്ങളാണ് നമ്മൾ ധരിച്ചു കളഞ്ഞത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഗ്ദാദ് നഗരത്തിന്റെ ഓരത്തുകൂടി, ബഗ്ദാദ് നഗരമെന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങൾ മാറി നിന്നിരുന്ന ബഗ്ദാദ്, അമേരിക്ക ഇന്ന് ചവച്ചു തുപ്പിക്കളെന്ന ഇറാഖ്, ലോകം കണ്ട രക്തദാഹിയായ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകം കണ്ട ഏകാധിപതിയുടെ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഉള്ളിലേക്ക് പാതിരാ സമയത്ത് കയറി ചെന്ന് ആ രാജ്യത്തിന്റെ ജനത തെരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റിനെ ഉറക്കറകളിലോട്ട് കടന്നു നിന്ന് പ്രസിഡന്റിന്റെ രാജകൊട്ടാരത്തിൽ കാവല് നിന്ന 15 അംഗരക്ഷകരുടെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറി ഒരു സ്വാതന്ത്ര്യമുള്ള പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ നിക്കോളാസ് മദിയൂറോയെ കൈകാലികളിൽ വിലങ്ങണിയിച്ചിട്ട് അമേരിക്കയുടെ ഗൊണ്ടനാമയിൽ കൊണ്ടുവന്നിറക്കി അവിടെ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് കൊണ്ടുപോയി ഏകാന്തതയുടെ തടവറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവരുടെ 5 ലക്ഷം ഡോളറുള്ള ആ എണ്ണ ഞാൻ ഇനി വിൽക്കുമെന്ന് പറഞ്ഞ ഫറോവയേക്കാൾ ഒരു ഏകാധിപതിയായ ഡൊണാൾഡ് ട്രംപിന്റെ ആ ഏകാധിപത്യത്തിന് അമേരിക്കയിൽ സ്ഥാനം നൽകിയ ജോർജ് ബുഷ് ചവച്ചരച്ച് കളഞ്ഞ ഇസ്ലാമിക നാഗരികതയുടെ കളിത്തൊട്ടിലായ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം മുതൽ നൂഹ് നബിയുടെ കാലത്ത് പ്രളയമുണ്ടായ അടുപ്പ് വരെ ഖുർആനിക ചരിത്രത്തിന്റെ ജീവിക്കുന്ന ആ സ്ഥലങ്ങളെ ചവച്ചു മരിച്ചു കളഞ്ഞ ഇറാഖ് എന്ന ഇസ്ലാമിക നാഗരികതയുടെ കളിത്തൊട്ടിലിന്റെ തലസ്ഥാന നഗരമായ ബഗ്ദാദിന്റെ ഓരത്തുകൂടി മഹാനായ അബൂ ഖുദാമത്ത് ശാമി റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നുണ്ട്. പേർഷ്യയുമായിട്ട് ഇസ്ലാമിക ലോകം യുദ്ധത്തിലേക്ക് പോകുമ്പോ അബൂ ഖുദാമ റളിയല്ലാഹു തആല ബഗ്ദാദിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം കഴിഞ്ഞ് മാനവതകൾ വലിയൊരു പ്രഭാഷണം നടത്തിയത്രേ. അല്ലയോ മുസ്ലിമീങ്ങളെ, അല്ലയോ മുസ്ലിമീങ്ങളെ, അതാ ഇസ്ലാമിക ലോകം അപകടത്തിൽ പെടുകയാണ്. പേർഷ്യ ഇസ്ലാമിനെ തകർക്കാൻ വരുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിലെ ധർമ്മ സമരം ചെയ്യാൻ ഈ നാട്ടിലെ യുവാക്കൾ മുഴുവനും ഒരുങ്ങണമെന്ന് വെള്ളിയാഴ്ച മിമ്പറിന്റെ ചുവട്ടിൽ പ്രസംഗം നടത്തിയിട്ട് മഹാനായ അബൂ ഖുദാമത്ത് ശാമി റഹിമഹുല്ലാഹ് വൈകുന്നേരം ഇങ്ങനെ പള്ളിയുടെ വെളിയിലൂടെ നടക്കുമ്പോ ആ സമയത്ത് ഒരു സ്ത്രീ വന്ന് വിളിക്കുന്നു, അബൂ ഖുദാമ അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞപ്പോ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു മടക്കിയില്ല. രണ്ടാമതും ആ സ്ത്രീ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും അബൂ ഖുദാമ. അബൂ ഖുദാമ രണ്ടാമത് സലാം മടക്കിയില്ല. മൂന്നാമതും ആ സ്ത്രീ പുറകെ നിന്ന് വിളിച്ചു, അസ്സലാമു അലൈക്കും യാ അബാ ഖുദാമ. ഒരന്യ സ്ത്രീ സലാം പറഞ്ഞപ്പോഴും മാനവറുകൾ മടക്കിയില്ല. ആ സമയത്ത് നടന്നു പോകും അബൂ ഖുദാമ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലോട്ട് കയറിയിട്ട് ആ സ്ത്രീ ചോദിക്കുന്ന അബൂ ഖുദാമ അഹകദാ തതഅമലൂന ബിനിസായികും, ഈ നാട്ടിലെ സ്ത്രീകളോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുക? 3 പ്രാവശ്യം നിങ്ങളോട് സലാം പറഞ്ഞിട്ട് നിങ്ങൾ മടക്കിയില്ലല്ലോ. ആ സമയത്ത് അബൂ ഖുദാമ റളിയല്ലാഹു തആല ചോദിക്കുന്നു, പെണ്ണേ എന്താണ് കാര്യം? ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ മറുപടി, ഈ തങ്ങളുപ്പാപ്പ നഗറിൽ എന്നെ സദിക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ചുരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അടിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊടുപ്പും ചിദാനന്ദലെത്തിക്കും മറ്റെന്തു വേണം എന്ന ആട്ടവും പാട്ടവുമായി ഈ സമുദായത്തിന് നേതൃത്വം പകരേണ്ട, കുടുംബത്തിന് ധാർമ്മികത പകർന്നു കൊടുക്കേണ്ട വൃദ്ധരായ ഉമ്മമാര് പോലും ആറാടുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ ലോകത്ത് സഹോദര സഹോദരി ആ സ്ത്രീ പറയാണ്, അബൂ ഖുദാമ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ വെച്ച് നിങ്ങൾ പ്രഭാഷണം നടത്തിയല്ലോ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങണമെന്ന് നിങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി തരാൻ സ്ത്രീകളായ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ, ധർമ്മസമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. പടച്ചവന്റെ പരിശുദ്ധമായ ദീൻ അപകടത്തിലാവുമ്പോ ആ ദീനിനു വേണ്ടി ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നത് എങ്ങനെയാണ്? അബൂ ഖുദാമ ഇത് നിങ്ങൾ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ആ സഹോദരി ഒരു പുതിയ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അബൂ ഖുദാമ അത് തുറന്നു നോക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മുടിക്കെട്ടാണത്. വളരെ ഭംഗിയായി രണ്ടായി മെടന്നിട്ട് ഇതെന്നെ മുടിക്കെട്ടാണ്. രണ്ടായി മനോഹരമായി വകഞ്ഞൊതുക്കി വെച്ചിരിക്കുന്ന മുടിക്കെട്ടുണ്ടല്ലോ, പിന്നിയ മുടി, അത് മുറിച്ചെടുത്തിട്ട് അബൂ ഖുദാമയുടെ കയ്യിൽ കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അലങ്കാരം അവളുടെ കേശാലങ്കാരമല്ലേ? അവളുടെ ഈ നിതംബം വരെ താഴ്ന്നു കിടക്കുന്ന മുടി എത്ര മനോഹരമാണ്, എത്ര കമനീയമാണ്, എത്ര അലങ്കൃതമാണ്, എത്ര ചാരിതാർത്ഥ്യമാണ് അവൾക്ക്. അവളുടെ ആത്മവിശ്വാസമാണ്. ഒരു സ്ത്രീ പൊന്നുപോലെ സൂക്ഷിക്കുന്നത് അവിടെ മുടിയല്ലേ? മുടിയൊന്ന് കുളി കഴിഞ്ഞിട്ട് ചീപ്പ് കൊണ്ടൊന്ന് വാർന്നെടുക്കുമ്പോ 10 മുടിയെങ്ങാനും കൊഴിഞ്ഞു പോയാൽ നമുക്കെന്ത് ബുദ്ധിമുട്ടും വിഷമവുവാ. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഏതൊക്കെ ലേപനങ്ങൾ തൈലങ്ങളുമാ നമ്മൾ പുരട്ടാ. ആ സഹോദരി പറയുന്നു, അബൂ ഖുദാമ ഇത് ഞാൻ രണ്ടായി പിന്നിട്ട് എന്നെ മുടിയാണ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധർമ്മസമരത്തിന് പോകുമ്പോ നിങ്ങൾ സഞ്ചരിക്കുന്ന കുതിരയുടെ കടിഞ്ഞാണായിട്ട് എന്റെ തലമുടി ഉപയോഗിക്കണേ എന്ന് തലമുടി മുറിച്ചെടുത്തിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന കുതിരയുടെ കടിഞ്ഞാണായി കൊടുത്ത സഹോദരിയെ നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട മങ്ങളെ, സുസ്മിതാസെന്നും ലാറാദത്തെ യുക്താമുഖയുടെയും ജീവിതചരിത്രങ്ങൾ പഠിക്കുന്ന ബോളിവുഡിന്റെയും സിനിമാ താരങ്ങളുടെ പിന്നാമ്പുറങ്ങളുടെ അപസർപ്പക കഥകൾ കേൾക്കുന്ന, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവരെ പിന്തുടരുന്ന, അതിന് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്ന റിസർച്ചിൽ ഏർപ്പെടുത്തുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ദീൻ അപകടത്തിൽ പെടുമ്പോ പുരുഷന്മാര് മുഴുവനും ധർമ്മസമരത്തിൽ പോകുന്ന നേരത്ത് സ്വന്തം മുടി മുറിച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതുന്ന കുതിരയില്ലേ? വല്ലാദിയാതി ലബഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. ആ കുതിരയുടെ കടിഞ്ഞാണായി കൊടുത്തപ്പോ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. മാനവറുകൾ മുന്നോട്ട് നടക്കുമ്പോ 13 വയസ്സുള്ളൊരു പൊന്നുമോൻ വരുന്നു. അബൂ ഖുദാമ, നിങ്ങൾ എന്നെ ഒന്ന് സൈന്യത്തിലെടുക്കുമോ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടാണ്. പുതിയ പുതിയ കൗമാരത്തോട് ഓർമ്മിപ്പിച്ചു തരട്ടെ. 13 വയസ്സുള്ള ഒരു കുഞ്ഞാണ് വന്ന് ചോദിക്കുന്നത്. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, നീ 13 വയസ്സല്ലേ ഉള്ളൂ,
അബൂ ഖുദാമ, ഞാൻ വളരെ മനോഹരമായിട്ട് അമ്പൈ തന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി അമ്പയുന്ന നിപുണനായ ഒരു അമ്പഭ്യാസിയാന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിന്നെ ഞാൻ എന്റെ സൈന്യത്തിൽ കൂടെ കൂട്ടാം, പക്ഷേ ഒരേ ഒരു ഡിമാൻഡ്, നമ്മൾ രണ്ടുപേരും പടച്ചവന്റെ ദീനിന് ധർമ്മസമരം ചെയ്തിട്ട് നമ്മളിൽ ആരാണോ ആദ്യം വിട പറയുന്നത് അയാൾ അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ അവന്റെ കൂട്ടുകാരന് വേണ്ടി ശുപാർശ ചെയ്യണേ. ആരാണോ ആദ്യം മരിക്കുന്നത് പടച്ചവനോട് ശുപാർശ ചെയ്യണം. ഉടമ്പടി അംഗീകരിക്കപ്പെട്ടു. യുദ്ധത്തിന്റെ സ്ഥലത്ത് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ ആ 13 വയസ്സുകാരൻ ഓടി വരുന്ന അബൂ ഖുദാമ, എനിക്കൊരു 3 അമ്പുകൾ കടം തരുമോ? അബൂ ഖുദാമ പറഞ്ഞു, ഇല്ല മോനെ, ഇത് കടം കൊടുക്കേണ്ട സ്ഥലമല്ല, ഇത് യുദ്ധഭൂമിയാണ്, യുദ്ധതന്ത്രങ്ങളുടെ ഭൂമിയാണിത്. എന്റെ ലക്ഷ്യം തെറ്റിക്കാതെ മാറിപ്പോകാൻ പറയുമ്പോ ആ പൊന്നുമോൻ 3 അമ്പ് അബൂ ഖുദാമയുടെ കയ്യിൽ നിന്നെടുത്ത് എയ്യുന്നു. ഒന്നാമത്തെ അമ്പ് ലക്ഷ്യം കണ്ടു, രണ്ടാമത്തെ അമ്പും ലക്ഷ്യം കണ്ടു. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു ആ 13 വയസ്സുകാരന്റെ സാമർത്ഥ്യത്തിൽ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ 3ാമത്തെ അമ്പ് വന്ന് ആ കുഞ്ഞിന് ആ 3ാമത്തെ അമ്പ് കൊലക്കുന്നതിനും അവന്റെ നെറ്റിയിലേക്ക് മറുഭാഗത്ത് നിന്നൊരു അമ്പ് വന്ന് പായുന്നു. അതവന്റെ നെറ്റിയിലേക്ക് തുളച്ചു കയറി ആ 13 വയസ്സുകാരൻ താഴോട്ട് വീടുന്നു. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ